നമ്മുടെ നാടിന്റെ അനുഭവങ്ങളുണ്ടല്ലോ, ആ നാടിന്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട്, നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. ഇപ്പോ കേരളത്തില് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അതായിരുന്നോ പഴയകാലം? പഴയകാലത്ത് പലതിലും ചില തരത്തിലുള്ള റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ. ആ കാലമേ മാറിപ്പോയില്ലേ? അത് കാലത്തിന്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? ആ മാറ്റത്തിന് LDFന്റേതായ ഒരു പങ്കുണ്ടല്ലോ. LDF സ്വീകരിച്ച നയസമീപനത്തിന്റെ ഭാഗമായിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിന്റെ മുന്നിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയല്ലോ. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ രംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെയുള്ള നവജാത ശിശുക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ കുറഞ്ഞ് 5% എത്തി നിൽക്കുന്നത്. അതാണെങ്കിൽ ലോക റെക്കോർഡായിട്ടല്ലേ മാറുന്നത്. അമേരിക്കയുടെ 5.6 ആകുമ്പോഴല്ലേ നമ്മൾ 5% നിൽക്കുന്നത്. അതേപോലെ തന്നെ മാതൃമരണ നിരക്കും വലിയ തോതിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതൊക്കെ റെക്കോർഡാണല്ലോ. രാജ്യത്തിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ മാറ്റം എങ്ങനെ വന്നതാണ്? വിദ്യാഭ്യാസ രംഗം നമ്മുടെ 2016 ഞങ്ങള് അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ, അന്നത്തെ എണ്ണം 1000-ലധികമായിരുന്നു തോന്നുന്നുണ്ട്, സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. അടച്ചുപൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽ പെട്ടതായിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസ രംഗം എത്ര ഫലപ്രദമായിട്ടാണ് മാറിയത്? ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ അധികം പോകുന്നില്ല. ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം വേണ്ടേ? 2016 മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രായമുണ്ടല്ലോ. 2016 ശേഷം മാത്രം വന്നവരെല്ലാരും. അന്ന് പുസ്തകം ഇല്ലാതെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് അധ്യാപകർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ കുട്ടികൾക്ക്? എന്തിന്റെ കുറവാണ്? ഏതിന്റെ ഭാഗമാണത്? അപ്പം കൃത്യമായൊരു പ്ലാനിങ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടല്ലേ? ആ രംഗത്തെ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ? എന്നാൽ അതിനുശേഷമുള്ള സ്ഥിതി എന്താണ്? ഇപ്പോ നേരത്തെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനം എങ്ങനെ പോകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ.